വന്ദേമാതരം പാടുന്ന കാര്യം നേരത്തെ അറിയിച്ചിരുന്നുവെന്ന ബി.ജെ.പി. കൗൺസിലർമാർ പറഞ്ഞു. വിശദാംശങ്ങളുമായി സരീഷാണ് ചേരുന്നത്. ഇപ്പോൾ കോഴിക്കോട് മേയർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് അങ്ങനെ ചെയ്യരുതായിരുന്നു. കാരണം ശരി, അത് അപമാനിക്കപ്പെടുന്ന നിലയിലേക്ക് അങ്ങനെ ചെയ്യുന്നവരെ ആലോചിക്കേണ്ട കാര്യമല്ലേ. മേയർ എന്നുള്ളത് ഞാനവിടെ ഉണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്. ഈ സാധാരണ നിലയിൽ ഇത്തരം കൗൺസിലർമാർക്ക് ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്ത് അങ്ങനെ ആ ചടങ്ങിനെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് അവർ ചിന്തിക്കണ്ടേ? അല്ലെങ്കിൽ ഞാനായിട്ടൊരു ആശയവിനിമയം നടത്തണ്ടേ? അവർ നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് അതിൻ്റേതായ ഒരു പരിഭാവനയുണ്ട്, അത് അതിൻ്റേതായ ഒരു അന്തസ്സുണ്ട്. ആ അന്തസ്സ് കാത്ത് സംരക്ഷിക്കാൻ ഏതൊരു ജനപ്രതിനിധികളും സാധാരണ ഒരു പൗരനും ഉള്ള ചുമതലയാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കാര്യത്തിൽ ഇതുപോലുള്ള ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് പരിശോധിക്കേണ്ട കാര്യം. അതുകൊണ്ട് അതിൻ്റെ താങ്കൾ നടന്നു പോയി അത് പൂർത്തിയാക്കാൻ അവിടെ നിൽക്കാതെ തിരിഞ്ഞു നടന്നു എന്നാണ് അവർ പറയുന്നത്. അത് പൂർത്തിയാക്കാൻ എന്തുകൊണ്ട് താങ്കൾ അത് പൂർത്തിയാക്കാന്നുള്ളതല്ലല്ലോ എൻ്റെ അജണ്ടയിലുള്ള കാര്യത്തിലല്ലേ ഞാൻ നിൽക്കുക. ജനഗണമന പാടിക്കഴിഞ്ഞാൽ എൻ്റെ അജണ്ടയിലുള്ള ആ തീരുമാനം കഴിഞ്ഞു. അത് പിരിയുക ചെയ്തത്. ഞാനൊരിക്കലും കോർപ്പറേഷൻ അല്ലെങ്കിൽ തീരുമാനിച്ചുള്ള അജണ്ടയിൽ നിന്നും പോയിട്ടില്ല, മാറിയിട്ടില്ല. പക്ഷെ അതിൽ വ്യതിചലിച്ച് ഒരു അനവസരത്തിൽ ഇങ്ങനെ ഒരു സംഗതി ചെയ്തതിൽ ആണ് ആ ചടങ്ങിനൊരു ഭംഗികേടായി തോന്നിയിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം പറയാട്ടില്ല, എന്നാൽ പോലും അതിനെ തടസ്സപ്പെടുത്താൻ മേയർ എന്നുള്ളതിലേക്ക് ഞാൻ പോയിട്ടില്ല. മേയറുടെ നേതൃത്വത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാണ് കൗൺസിലർമാർ ഉൾപ്പെടെ മാധ്യമങ്ങൾ അവരുടെ ആരോപണമല്ല. ദേശവിരുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അവർ നിർവചിക്കട്ടെ. ശരി, ഓക്കെ ശരി. സരീഷ് പി കെ ഉണ്ട് വിവരങ്ങളുമായി ചേർന്ന്. സരീഷ്, അക്ഷരാർത്ഥത്തിൽ എന്തൊരു കോമാളിത്തരമാണ് അവിടെ നടന്നത്. നാട്ടിലേക്ക് പറയും വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്ന്. ഇത് ഒരു സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ ഇത്തരത്തിൽ സംസ്ഥാനത്ത് മറ്റെവിടെയും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. മേയർ അത് ആ നിലയ്ക്ക് വിശദീകരിക്കുന്നുണ്ടെങ്കിലും അതൊരു മതിയായ വിശദീകരണമായി തോന്നുന്നുമില്ല. സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. മേയറുടെ നേതൃത്വത്തിൽ ദേശീയഗാനം ആലപിച്ചപ്പോൾ ബി.ജെ.പി. അംഗങ്ങൾ വന്ദേമാതരം പാടുകയായിരുന്നു. മേയറുടെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. സരീഷ് ചേരുന്നുണ്ട്. സരീഷ്, പറയൂ. രാവിലെ സ്വാതന്ത്ര്യദിന പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു നാടകീയ രംഗം ഉണ്ടായത്. ആദ്യം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അജണ്ട സെറ്റ് ചെയ്തിരുന്നു. അതിൽ പതാക ഉയർത്തുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു അജണ്ട സെറ്റ് ചെയ്തിരുന്നു. അതിൽ പതാക ഉയർത്തുക. അതിനുശേഷം മേയറുടെ സ്വാതന്ത്ര്യദിന സന്ദേശം, അതിനുശേഷം ഈ ജനഗണമന ചൊല്ലി പിരിയുക എന്നുള്ളതായിരുന്നു അജണ്ടയായി ഉണ്ടായിരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട രീതിയിൽ കൃത്യമായി പരിപാടികൾ നടക്കുന്നു. ആദ്യം ഈ പതാക ഉയർത്തുന്നു. അതിനുശേഷം മേയർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നു. പക്ഷേ പിന്നീട് ജനഗണമന ചൊല്ലി തുടങ്ങുന്നതിനിടയിലാണ് ബി.ജെ.പി. കൗൺസിലർമാർ വന്ദേമാതരം ചൊല്ലുന്നത്. ആദ്യഘട്ടത്തിൽ ജനഗണമന ആരംഭിച്ച് തൊട്ടു പിന്നാലെയാണ് ഈ വന്ദേമാതരം ചൊല്ലിയത്. ഒരേ സമയം തന്നെ ജനഗണമനയും അതോടൊപ്പം ഈ വന്ദേമാതരവും ചൊല്ലുന്ന സമീപനമാണ് രണ്ടും ഉണ്ടായിരുന്നത്. ഒരേ സമയം, ഒരുപക്ഷെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് രണ്ടും ഒരേ സമയം ചൊല്ലി എന്നുള്ളതാണ്. ആദ്യം ഈ ജനഗണമന ചൊല്ലി പൂർത്തിയാക്കുന്നു. അപ്പോഴും വന്ദേമാതരം അവിടെ തുടരുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്, ആലപിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ജനഗണമന പൂർത്തിയാക്കി അദ്ദേഹം മേയറും ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയറും അവിടെ നിന്നും മാറുന്നു. അപ്പോഴും ബി.ജെ.പി. കൗൺസിലർമാർ തങ്ങളുടെ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലി തീർക്കുകയായിരുന്നു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് അവിടുത്തെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത്. കാരണം ഈ മേയറും ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയറും കൃത്യമായ കാര്യങ്ങൾ പാലിച്ചില്ല. തങ്ങൾ നേരത്തെ തന്നെ ഈ മേയറെയും ഡെപ്യൂട്ടി മേയറെയും ഈ വന്ദേമാതരം പൂർണ്ണമായി പാടും അല്ലെങ്കിൽ അവിടെ ആലപിക്കും എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ അത് അജണ്ടയിൽ ഉൾപ്പെടുത്തിയില്ല എന്നൊരു ആരോപണമാണ് ബി.ജെ.പി. കൗൺസിലർമാർ മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ ഈ വന്ദേമാതരത്തെ ഈ മേയറും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ, LDF കൗൺസിലർമാർ അപമാനിച്ചു എന്നൊരു കാര്യം കൂടി അവർ പറയുകയാണ്. ഇതിനെതിരെ പരാതി നൽകും എന്നുള്ളതാണ് ബി.ജെ.പി. കൗൺസിലർമാർ പറയുന്നത്. പക്ഷേ മേയർ അല്പസമയം മുമ്പ് മേയർ നമ്മളോട് പ്രതികരിച്ചിരുന്നു. മേയർ പറയുന്നത് ഒരു തരത്തിലും ഇടപെടലുകൾ നടത്തിയിട്ടില്ല. നേരത്തെ ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ അവർ വരുമെന്ന് പോലും അറിയിച്ചിരുന്നില്ല. ഈ ആലപിക്കുന്ന കാര്യം ഒരു തരത്തിലും തങ്ങളോട് പറഞ്ഞിരുന്നില്ല. ഒരു തരത്തിലും നേരത്തെ മുന്നറിയിപ്പില്ലാതെയാണ് അജണ്ട കോർപ്പറേഷൻ എന്താണോ തീരുമാനിച്ചിരുന്നത് അത് പ്രകാരമാണ് തങ്ങൾ പോയത്. അതിനപ്പുറത്തേക്കുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വന്ദേമാതരം പാടുന്നതിനെ അല്ലെങ്കിൽ ആലപിക്കുന്ന ഒരു തരത്തിലും തടഞ്ഞിട്ടില്ല എന്നുകൂടി ഒരു വിശദീകരണമാണ് എന്തായാലും കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. നിലവിൽ ബി.ജെ.പി. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. അതോടൊപ്പം തന്നെ നിയമപരമായി ഈ വിഷയം നേരിടും എന്നുകൂടി പറയുകയാണ്. എന്തായാലും കമ്മീഷണർക്ക് ഉച്ചയ്ക്ക് 12:30 ബി.ജെ.പി. കൗൺസിലർമാർ പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. സരീഷ് പി കെ ആണ് വിവരങ്ങൾ നൽകിയത്.